രാവിലെ ഒരു 9:30 വീട്ടീന്ന് ലൈറ്റായിട്ട് 2 ചപ്പാത്തിയും ലേശം മുട്ട വറവും കഴിച്ചിട്ട് ഒരു 10:45 11 മണിയാകുമ്പോ ഒന്ന് പുറത്തോട്ടിറങ്ങീനേ. പ്രത്യേകിച്ച് ഓഫീസിലിരുന്നിട്ട് ചെയ്യേണ്ട പണിയൊന്നും അനക്കില്ലാത്തോണ്ടന്നെ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷാപ്പിലോട്ടാ. ഏത് ഷാപ്പിലോട്ടാണ്ന്നുള്ള ചോദ്യമൊന്നും വേണ്ട. കള്ള് ഷാപ്പെന്നെയാ ഉദ്ദേശിച്ചെ. ഒരു 11:45 12 മണിയാകുമ്പോ ഷാപ്പിലെത്തീനെ. ഈയിടെയായിട്ട് ചിക്കൻ ഐറ്റംസ് എല്ലാ ദിവസവും കഴിക്കുന്നോണ്ടന്നെ ഈട്ന്ന് കോഴി ഐറ്റം ഒരെണ്ണം പോലും ഞാൻ പറഞ്ഞിട്ടില്ലാട്ടാ. പകരം ഫിഷാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. മീൻ പൊരിച്ചയുണ്ട്, പിന്നെ അത് താറാവാണ്, പിന്നെ കപ്പയുണ്ട്, ഇത് തെരണ്ടി മുളകിട്ടതാണ്, ഇത് ചെമ്മീനാണ്, പിന്നെ ഇത് ചൂര മുളകിട്ടതാണ് കേട്ടോ. പിന്നെ വെള്ളയപ്പമുണ്ട്, മുട്ടാപ്പുണ്ട്. ആദ്യം ചെറിയൊരു കഷ്ണം ചെമ്മീനെടുത്ത് കഴിച്ചു. പിന്നെ ആ കപ്പയുണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ലേശോ തെരണ്ടി മുളകിട്ടത് പതുക്കെ അങ്ങോട്ട് ഒഴിച്ചേ. എന്നിട്ട് ആ കപ്പേൻ്റെ മേലെ ഒഴിച്ച് തെരണ്ടി മുളകിട്ടതിൻ്റെ അകത്തുള്ള തെരണ്ടീന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷം പിന്നെയും മറ്റേ തെരണ്ടീൻ്റെ മേലെ കൈ വെച്ചിട്ട് ചെറിയൊരു കഷ്ണം അങ്ങോട്ട് എടുത്ത് എന്നിട്ട് അത് ആ കപ്പേൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. തെരണ്ടി ഫ്രഷ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അപ്പോൾ അത് കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ആ തെരണ്ടി മുളകിട്ടതിൻ്റെ അകത്ത് കുതിർന്നിട്ടുള്ള കപ്പയുണ്ടല്ലോ അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ചെമ്മീൻ വെച്ചിട്ടും കഴിച്ചു നോക്കിയേ. അപ്പം നമ്മൾ ആദ്യം കപ്പേൻ്റെ കൂടെ തെരണ്ടി കഴിച്ച്, പിന്നെ ചെമ്മീൻ കഴിച്ച്, ഇനി മൂന്നാമതായിട്ട് ഈ ചൂരേൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിക്കളയാം അല്ലേ. ചൂരയെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് നല്ലോണം കൂടും കേട്ടോ. എന്താവും എന്തോ. പോട്ടെ. അപ്പം അങ്ങനെ ചൂര മുളകിട്ടതും കപ്പയും കഴിച്ചതിന് ശേഷം പിന്നെ താറാവ് കഴിച്ചേ. എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ഇതുവരെ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ്, കഴിച്ച ആ 3 ഫിഷ് ഐറ്റംസും താറാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ 4 ഐറ്റത്തിനും തീരെ ചൂടുണ്ടായിരുന്നില്ല. അല്ല ഇപ്പം പണ്ടല്ലോ ഷാപ്പിലെ ഇതുപോലത്തെ ഐറ്റംസിനല്ലോ ഒരു ഇളം ചൂടുണ്ടാവലുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അന്നേരം ലേശം ചൂടാക്കിയിട്ടാന്ന് തോന്നുന്നു അവർ കൊടുക്കൽ. പക്ഷെ ഇപ്പോൾ തീരെ ചൂടുണ്ടാവലേ ഇല്ല. ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു ഷാപ്പിൽ നിന്ന് കഴിച്ചൊരു ഇതേ അവസ്ഥയാണ്. അതെന്തിട്ടാ ഇനി ഷാപ്പിൽ ഭയങ്കര തിരക്കായിട്ടാണോ, പണ്ടത്തേനേക്കാളും ഭയങ്കര തിരക്കെല്ലായിട്ടാ? ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഭയങ്കര ആധികാരികമായിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിലും ഷാപ്പിൽ അധികം ചൂടില്ലാത്ത ഫുഡ് തന്നെയാണോ, അധികം നല്ല തണുത്ത ഫുഡ് തന്നെയാണോ കിട്ടാറെന്നുള്ള കാര്യം. അപ്പം വെള്ളയപ്പം നല്ല ചുവപ്പ് കളറിലുള്ള ആ ചൂര മുളകിട്ടതും ചേർത്ത് പിടിച്ചതിന് ശേഷമോ പിന്നെ ഈ കടുവ പൊരിച്ചത് കഴിച്ചു നോക്കി കേട്ടാ. നല്ല ടേസ്റ്റിൻ്റെ ആ മീൻ പൊരിച്ചത്. പക്ഷേ ചൂട് ഇല്ല. ഞാൻ പറഞ്ഞുകൊടുക്കുന്നില്ല, അല്ലെങ്കിലും എന്നെക്കുറിച്ചൊരു പരാതിയുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ വല്ലാണ്ട് പറഞ്ഞുകൊടുക്കലുണ്ട്. വെള്ളയപ്പം 2 ഒറ്റ ഇരിപ്പിന് അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ പിന്നെ ഈ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വെള്ളയപ്പം നമ്മളെ ചെമ്മീനും കൂടെ കൂട്ടിയിട്ടാണ് പിടിച്ചേ. ചെമ്മീൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റിലുണ്ട്. പക്ഷേ ലാസ്റ്റ്, അതായത് അവസാനം എന്തോ ഒരു ചെറിയ കയപ്പടിക്കുന്ന പോലെ എനിക്ക് തോന്നിനി. കറിയായിട്ട് ഞാനിടുന്ന് പറഞ്ഞത് ആ 2 മീൻ മുളകിട്ടല്ലേനു. ആ രണ്ടിൻ്റെയും ഫ്ലേവർ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നൊരു ബീഫിൻ്റെ എല്ല് കറിയും പറഞ്ഞു. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓർഡർ ചെയ്ത് 2 വെള്ളയപ്പം കൂടെ. ആ പോത്തിൻ്റെ എല്ല് കറി ഉണ്ടല്ലോ, അതിനാ ബീഫിൻ്റെ ഒരു ചെറുതായിട്ടുള്ള നെയ്യിൻ്റെ ഫ്ലേവറിലായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ അതിന് അത്യാവശ്യം ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ ആയ ബില്ല് 872 രൂപയാണ്. ഇവിടെ കുറേ ആളുകളിങ്ങനെ നീ അറിഞ്ഞോ മേലെ മാനത്ത് ആ ഒരു വൈബിലാട്ടാ. അപ്പോൾ സ്പോട്ട് തളിപ്പറമ്പ് ആലക്കോട് റോഡിൽ കാഞ്ഞിരങ്ങാട് കള്ളിഷാപ്പാ. ആടെ മിനറൽ വാട്ടർ ഇല്ലപ്പാ, അതാണൊരു പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ ഇരിപ്പുവശം അത്ര ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആടുന്ന് കിട്ടിയ വെള്ളം കുടിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ദാഹമുണ്ട്. പിന്നെ ചെറുതല്ലാത്ത രീതിയിൽ ലേശം വലുതായിട്ട് തന്നെ കുറച്ച് മധുരം കഴിക്കാനുള്ളൊരു തോന്നലും. അങ്ങനെ കാഞ്ഞിരങ്ങാട് ഷാപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വണ്ടി ഇങ്ങോട്ട് വിട്ട്. ഈടാ ഒരു നല്ല തണുത്ത ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അന്നേരം ഉണ്ട് ഇവിടുന്ന് 2, 3 ആളുകൾ ഇവിടുത്തെ അവിൽ മിൽക്ക് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് കോരി എടുത്തിട്ട് കുടിക്കുന്ന കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ ഇടയ്ക്ക് അടിയുള്ള മെനു ബോർഡിൽ ന്യൂ അറൈവൽ എന്ന് പറഞ്ഞിട്ട് ഈ ഐറ്റത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനും ഇതൊന്ന് കഴിച്ചു നോക്കിക്കളയാന്ന്. അങ്ങനെ ഞാനും ഓർഡർ ചെയ്ത് ഇവിടുത്തെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽ മിൽക്ക്. ഇതിൻ്റെ അകത്ത് 4 സ്കൂപ്പ് ഐസ്ക്രീംസ് 3 ഫ്ലേവറിലായിട്ട് വരുന്നുണ്ട്. അതായത് വെനീല 2 സ്കൂപ്പ് ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ സ്പാനിഷ് ഡിലൈറ്റും ഉണ്ട്. ഓരോ ഐസ്ക്രീം ഫ്ലേവറിൻ്റെ ഇടയിലായിട്ട് പൊരി അവിൽ വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ മേലെ കോൺഫ്ലേക്സും ഉണ്ട്. അപ്പോൾ അത് മേലേനെ താഴെ വരെ നല്ലോണം അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് കോരി എടുത്തിട്ട് ഞാൻ കുടിച്ചേ. ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റിയിൽ അടിപൊളിയാണ്, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ സ്പെഷ്യൽ അവിൽ മിൽക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷേ ആ പൊരി അവിൽ ഇട്ടതിന് ശേഷമോ ലേശം വെനില ഐസ്ക്രീം കൂട്ടിയിട്ടുള്ള ഷാർജ ഷേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടി അടിപൊളി ആയനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അങ്ങനെ അവിൽ മിൽക്ക് നിമിഷ നേരം കൊണ്ട് അങ്ങോട്ട് കുടിച്ച് തീർത്ത ശേഷമോ പിന്നെ ഞാൻ ഇടുന്ന് ഒരു ഷേക്ക് ഓർഡർ ചെയ്താ. ഇതാണ് ഇവിടുത്തെ ദുഷ്മൻ ഷേക്ക്, അല്ല മൊഹബത്ത് ഷേക്ക്. 2 മിൽക്ക് ഷേക്കിൻ്റെ ഒരു കൂടിച്ചേരൽ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ജാബിർക്ക്
മൊഹബത്ത് ഷേക്ക് എന്ന് വിളിക്കുന്നത് എന്ന് കേട്ടാ. ഇതിൻ്റെ അകത്ത് സ്ട്രോബെറി ഷേക്കും ഉണ്ട്, പിന്നെ ഇളനീരില്ലേ, ഇളനീർ ഷേക്കും ഉണ്ട്. ആ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം. ദാ ഇങ്ങനെ ടവർ പോലെ ഒഴിക്കുന്ന കണ്ട മൂപ്പര്. ഗ്ലാസിൻ്റെ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കും. അതാണ് മൂപ്പര ഷേക്കിൻ്റെ ഒരു പ്രത്യേകത. അതിന് ഐസ്ക്രീം ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ, വെറും പാലാ. ഐസ്ക്രീം ഇട്ടിട്ടാക്കുന്ന ഷേക്കിനേക്കാളും ഐസ്ക്രീം ഇടാണ്ടാക്കുന്ന ഷേക്കാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഷേക്കിനോട് എനിക്കൊരു പ്രത്യേക മൊഹബത്തും. അപ്പോൾ ഇവിടുത്തെ ആ മൊഹബത്ത് ഷേക്ക് സംഭവം കൊള്ളായിരുന്നേ. അതിന് ശേഷം ഞാനിവിടുന്ന് ഒരു ഷേക്കും കൂടി ഓർഡർ ചെയ്ത് കേട്ടാ. എപ്പോൾ ഇവിടെ വന്നിട്ട് ജാബിർക്ക് ഏത് ഷേക്കാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാബിർക്ക് പറയും, ഇതാ ഈ ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കൂ, ഈ ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കുന്നു. പക്ഷേ ഈ അടുത്തൊന്നും ഞാൻ ഈ സാധനം കുടിച്ചില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഷേക്ക്. ഈ അവക്കാഡോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മളെ നാടൻ അവക്കാഡോ അല്ല, ടാൻസാനിയ എന്ന് പറഞ്ഞ രാജ്യമുണ്ടല്ലോ, ആടുന്ന് മൂപ്പര് ഇറക്കുമതി ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതും ഒരു ഗ്ലാസ് പറഞ്ഞ് ഇതാ കണ്ട, ഇങ്ങനെ മേലെ വരെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ട. മിക്ക സ്ഥലത്തും ബട്ടർ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ഐസ്ക്രീം ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ബട്ടർ ഷേക്കിലും ഐസ്ക്രീം ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് വന്നാ ടേസ്റ്റ് എന്നറിയാം. അതിൻ്റെ ഇടയ്ക്ക് ജാബിർ ഖാനൊക്കെ ഒരു സ്പെഷ്യൽ ഈത്തപ്പഴം കഴിച്ച് നോക്കാൻ തന്നിന്. ജാബിർ ഖാൻ്റെ ഷേക്ക് മാക്സിമം 2 വരെയാണ് ആളുകൾ കുടിക്കുക. അതിൻ്റെ അപ്പുറം കുടിക്കാൻ കുറച്ച് പണിയാണ്, കാരണം ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇടുന്ന് 4 ഷേക്ക് കുടിക്കും. ഇത് ജാബിർ ഖാൻ്റെ ശിഷ്യനാണ്, മൂപ്പരെ പേര് ശരിക്കും എനിക്കറിയില്ല. ഓരിപ്പനക്ക് ഉണ്ടാക്കി തരുന്നത് ഇവിടുത്തെ പുതിയൊരു സ്പെഷ്യലായിട്ടുള്ള സീതപ്പഴം കടിയാണ്. സീതപ്പഴം ഷേക്കിൽ ബദാം ഉണ്ടാവും, നോർമൽ കാഷ്യൂസ് ഉണ്ടാവും, പിന്നെ റോസ്റ്റഡ് കാഷ്യൂസ് ഉണ്ടാവും. പിന്നെ അതൊരു സ്പൂൺ ഇട്ട് നല്ലോണം ഇളക്കിയ ശേഷം ഈ പിടിയില്ലാത്ത ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഇതാ ഇങ്ങനെ കുലുക്കി കുലുക്കി വെച്ച് തരും. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ സീതപ്പഴം കടി ഷേക്ക്. സീതപ്പഴം ഷേക്ക് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല രീതിയിൽ കുടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. സീതപ്പഴം ഷേക്കിൻ്റെ കൂടെ ആ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പ്, നോർമൽ അണ്ടിപ്പരിപ്പെല്ലാം വന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 6 സിപ്പ് എടുത്താൽ അത് പിടിച്ച ഗ്ലാസും പിന്നെ കുടിച്ച തലയെല്ലാം മരവിച്ച് പോകുന്ന അങ്ങനത്തെ 3 ഗ്ലാസ് ഷേക്ക് ഒറ്റ വലിക്കല്ലെങ്കിലും മെല്ലെ മെല്ലെ അങ്ങോട്ട് കുടിക്കുകയും ചെയ്തു. പിന്നെ അതിന് മുമ്പായിട്ട് ആ ഷേക്ക് വെച്ച് നോക്കുമ്പോൾ അത്ര തണുപ്പില്ലാത്ത ഇവിടുത്തെ സ്പെഷ്യൽ അവിൽ മിൽക്കും കുടിച്ചതിന് ശേഷമോ ഞാൻ ഇനി കുടിക്കാൻ പോകുന്ന ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ഷേക്കാണ് ഈ ശുക്രിയ ഷേക്ക്. നേരത്തെ കണ്ട ആ പ്രീമിയം ഡേറ്റ്സ് ഇല്ലേ, അതിട്ടിട്ടാക്കുന്നതാണ് ഈ സാധനം. ഞാൻ ഇതിൻ്റെ അകത്ത് മധുരം ഇടണ്ടെന്ന് പറഞ്ഞ് പകരം ലേശം റോസ്റ്റഡ് അണ്ടിപ്പരിപ്പ് ഇട്ടെന്നാൽ മതി എന്ന് പറഞ്ഞ്. ആ സ്പെഷ്യൽ ഡേറ്റ്സിൻ്റെ ഷേക്കിൻ്റെ കൂടെ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പും കൂടെ വന്നേരോ, ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ സ്പോട്ട് കണ്ണൂർ അഴീക്കോട് റോഡിൽ പൂതപ്പാറയിലെ എസ് എ ജ്യൂസ് അഥവാ ജാബിർ ഖാൻ്റെ ഷേക്ക്. എന്നിട്ടൊരു വൈകുന്നേരം ഏകദേശം ഒരു രാത്രി വരെ കണ്ണൂർ ടൗണിലുണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവനെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓൻ പറഞ്ഞു, വാ എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഓനും ഞാനും കൂടെ ഒരു സ്പോട്ടിൽ ഷവർമ കഴിക്കാൻ പോയി. ഓരോ ഷവർമ കഴിച്ചിട്ട് പകുതി പകുതി കഴിച്ച്, പിന്നെ ഒരു ക്യാരറ്റ് ജ്യൂസും കുടിച്ച്. എന്നിട്ട് ഞാൻ വേറെ ഒരാളെ കാണാൻ പോയി. ഓൻ പറഞ്ഞു, ബാ ചായ കുടിക്കാൻ. എന്നിട്ട് ഓൻ്റെ കൂടെ പോയിട്ട് ചായയും കുടിച്ച്, ചായയും ഒരു മുട്ട ബജിയും കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ശരിയേ.